സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. ആ വചനം പഠിപ്പിക്കുന്നുണ്ട്. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വചനം അറിഞ്ഞു കഴിഞ്ഞാൽ, വചനത്തിലുള്ള സ്വാതന്ത്ര്യം ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാപിച്ചിട്ടേ മടങ്ങി പോകാൻ പാടുള്ളൂ. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടും ഈ ദേശത്തിൽ പാർക്കുന്ന ഓരോ മക്കളോടും ഞാൻ വിളിച്ചു പറയുകയാണ്, ആ ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തുന്നതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് അവസാന രക്തം വരെ നമുക്ക് വേണ്ടി മറുവിലയായി നൽകി അവൻ്റെ ശരീരം ഉഴവുചാലുകൾ പോലെ ഹല്ലേലൂയ കീറി മുറിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ മരണത്താൽ നിനക്ക് ഹല്ലേലൂയ വിടുതലുണ്ട്. നിനക്കൊരു ഹല്ലേലൂയ മാനസാന്തരമുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ആ സത്യം എന്താണെന്ന്, ആ വചനം എന്താണെന്ന് ആത്മാർത്ഥമായി ഗ്രഹിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കെട്ടപ്പെട്ട അവസ്ഥയിലല്ല, ഫ്രീ ആയിട്ട് മടങ്ങി പോകുവാൻ കർത്താവ് ഈ രാത്രി നിങ്ങളെ സഹായിക്കുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ആത്മാർത്ഥമായി പറയും, ഞാൻ ഇന്ന് ഫ്രീ ആയിട്ടേ മടങ്ങി പോകത്തുള്ളൂ, എൻ്റെ രോഗങ്ങൾ മാറിയിട്ടേ ഞാൻ മടങ്ങി പോകത്തുള്ളൂ, എൻ്റെ ബന്ധനം അഴിഞ്ഞിട്ടേ ഞാൻ മടങ്ങി പോകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വായുകൾ കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർത്താവ് ഇന്ന് വലിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും ഹല്ലേലൂയ നിങ്ങളുടെ മറ്റ് ഹല്ലേലൂയ കുടുംബ ജീവിതത്തിലൊക്കെ കർത്താവ് കൃപ ചെയ്യുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ അല്പനേരം ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന ഹല്ലേലൂയ 3 ടോപ്പിക്കുണ്ട്, 3 കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ എന്ന വിഷയത്തിലെ ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ഹല്ലേലൂയ ഒരു 3 പോയിന്റ് ഞാൻ പറഞ്ഞ് ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഹല്ലേലൂയ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ നമുക്ക് വചനം നോക്കാമെങ്കിൽ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. നമ്മൾ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാറുള്ളത് ഈ ലോകത്തിൽ കാണുന്ന പലതുമായിരിക്കും നമ്മൾ ചിന്തിക്കാറുള്ളത്. എനിക്കൊരു കാർ ലഭിക്കുവാൻ പോകുന്നു, എനിക്ക് ഈ ഭവനം ലഭിക്കുവാൻ പോകുന്നു, മറ്റ് സാമ്പത്തിക മേഖലകൾ ലഭിക്കുവാൻ പോകുന്നു. പക്ഷെ വചനത്തിൽ കൂടെ വരുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ വേറെയാണ്. ഹല്ലേലൂയ നമുക്ക് ഈ ഭൂമിയിലുള്ള വാഗ്ദത്തങ്ങൾ നന്മകളും നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ അത് നമ്മുടെ പുറകെ എന്ന് വരണം, നമ്മൾ അതിനെ പിടിക്കുവാൻ പോകണ്ട, അത് നമ്മുടെ പുറകെ എന്ന് വരുന്നതാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? വാഗ്ദത്തങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ വാഗ്ദത്തം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവ് നമുക്കൊരു 3 വാഗ്ദത്തം നൽകിയിട്ടുണ്ട്, അനേകം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ഞാൻ 3 വാഗ്ദത്തം ഞാൻ പറയുവാൻ ഹല്ലേലൂയ ആത്മാവിൽ പ്രേരിതമാവുകയാണ്. ഒന്നാമത്തെ വാഗ്ദത്തം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നമുക്ക് എടുക്കാമോ? ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 38-39 വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 38-39 വാക്യം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മ ദാനം ലഭിക്കും. ഹല്ലേലൂയ. അവിടെ വചനം പറയുന്നു പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. അതിന്റെ 39-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ ബ്രദറെ? വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. 39-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾ വിശ്വസ്തയോടായിരുന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ, വാഗ്ദത്തത്തെ കർത്താവ് ഇന്ന് നിങ്ങളുടെ മേൽ നൽകിയിട്ട് മടക്കി അയക്കത്തുള്ളൂ. ഹല്ലേലൂയ. പഴയുടെ പ്രതികൂലത്തിൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് വെറുതെയല്ല, പ്രശ്നത്തിന്റെ നടുവിൽ നിന്ന് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് വെറുതെയല്ല, പ്രയാസത്തിന്റെ നടുവിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നത് വെറുതെയല്ല. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെ നിങ്ങൾ പ്രാപിച്ചിട്ട് വേണം മടങ്ങി പോകാൻ. നമുക്ക് വേറൊരു വാക്യം നോക്കാമെങ്കിൽ ലൂക്കോസ് അതിന്റെ 24-ാം അധ്യായം 49-ാം വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് അതിന്റെ 24-ാം അധ്യായം 49-ാം വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിന്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഇന്ന് നിങ്ങളുടെ മേൽ അയച്ചു കഴിഞ്ഞാൽ വചനം പഠിപ്പിക്കുന്നുണ്ട് സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ അതിന്റെ 16-ാം അധ്യായം 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു, സത്യത്തിന്റെ
സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾ സകല സത്യത്തിനും വഴി നടത്തും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സകല സത്യത്തിലും വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് സർവശക്തനാണ്. കർത്താവിന്റെ കൂടെ പരിശുദ്ധാത്മാവ് ഇരുന്ന് എന്ന ഹല്ലേലൂയ വചനത്തിൽ നമുക്ക് നോക്കാമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് സ്നാനമേറ്റ് കരകയറി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ മേൽ ഇറങ്ങി വന്നു. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് പറയുന്നത്, പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങളുടെ മേൽ ലഭിച്ചു കഴിഞ്ഞാൽ, വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവിൽ ചിരിച്ചുകൊണ്ട് മുന്നേറുന്ന വ്യക്തിയായി മാറുക. പ്രതികൂലത്തിന്റെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, നിങ്ങൾ മദ്യപിച്ച് മാറിപ്പോകുന്ന വ്യക്തിയല്ല. അതിനെ ചെറുത്ത് നിന്നുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത് പോലെ, ഹല്ലേലൂയ, വാഗ്ദത്തം എനിക്കും എന്റെ മക്കൾക്കും അവകാശമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, വിശ്വാസത്തോടെ പറയണം, ഞാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ, ആ വാഗ്ദത്തത്തെ പ്രാപിച്ചിട്ടേ ഞാൻ മടങ്ങിപ്പോകത്തുള്ളൂ. വചനം പറയുന്നു, യോഹന്നാൻ അതിന്റെ 16-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി. ഹല്ലേലൂയ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങൾ സകല സത്യത്തിലും വഴി നടത്തുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പാപം ചെയ്തു പോകത്തില്ല. വീട്ടിന്റെ അകത്ത് പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ മദ്യപിക്കുവാൻ പോകത്തില്ല. നിങ്ങളുടെ വീട്ടിൽ പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ വേറെ ജീവിതം, ഹല്ലേലൂയ, വേറെ പാപം ചെയ്യുവാൻ പോകത്തില്ല. ഹല്ലേലൂയ. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ കരം പിടിക്കും ദൂതൻ. ഹല്ലേലൂയ. കർത്താവ് കരം പിടിച്ചിട്ട്, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ മാറ്റുവാൻ വഴിയെ തുറക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ കർത്താവിനോട് ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ, ചില മേഖലകൾ നിങ്ങളുടെ മുൻപാകെ ശത്രുവായവൻ കൊട്ടിയടച്ചിരിക്കുന്ന ചില മേഖലകൾ തുറന്ന് വലിയൊരു വിശാലമായൊരു വഴി നിങ്ങളുടെ മുൻപാകെ കർത്താവ് തുറക്കുവാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. നമുക്ക് മറ്റു വിഷയത്തിൽ നോക്കാമെങ്കിൽ, ഒന്നാമത് ഞാൻ പറഞ്ഞു, ലഭിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നിങ്ങൾ വഴി നടത്തുന്നത് സകല സത്യത്തിലും കർത്താവ് വഴി നടത്തുവാൻ സർവശക്തനാണ്. രണ്ടാമത് ഞാൻ പറയുന്നു, മടങ്ങി വരവ്. ഹല്ലേലൂയ. മടങ്ങി വരവ് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കർത്താവ് വാഗ്ദത്തം ചെയ്ത ഒരു കാര്യമാണ്, ഞാൻ പോയതുപോലെ ഞാൻ തിരിച്ചു വരും. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാറുണ്ട്, ഹല്ലേലൂയ, കർത്താവ് വരുന്നുണ്ടെന്ന് സകലരും വിളിച്ചു പറയുന്നുണ്ട്. ഇതുവരെ കർത്താവ് വരുന്നില്ല എന്ന് നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് വരുവാൻ താമസിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും കുറച്ച് പേരെ കർത്താവിനോട് അടുപ്പിക്കുവാനുണ്ട്. ഹല്ലേലൂയ. വചനം അറിയുന്ന ചില വ്യക്തികളെ, ഹല്ലേലൂയ, ക്രിസ്തുവിനെ അറിയുന്ന ചില വ്യക്തികൾ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോയിരിക്കുമ്പോൾ അവരെ കൂടെ ക്രിസ്തുവിനോട് അടുപ്പിക്കേണ്ടതിന് കർത്താവ് സമയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വചനത്തിൽ കൂടെ നോക്കാമെങ്കിൽ, ഹല്ലേലൂയ, നല്ല വക വിത്ത്, ഹല്ലേലൂയ, അവിടെ വിതച്ചപ്പോൾ വിത്ത് നല്ല വക മുളച്ചു വന്നു. ഹല്ലേലൂയ. അതിന്റെ കൂടെ, ഹല്ലേലൂയ, കളയും മുളച്ചു വന്നു. ഹല്ലേലൂയ. അവിടെ വചനം പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ പിഴുത് കളയട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, കൊയ്ത്തോളം വളരട്ടെ. ഹല്ലേലൂയ. അവിടെ പിഴുത് കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേരുകൾക്ക് പ്രശ്നം വരും, അതിന്റെ അടിസ്ഥാനം ഇളകിപ്പോകും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, കൊയ്ത്തോളം വളരട്ടെ. ഇന്ന് രാത്രികാലം കർത്താവ് വരുന്നു, കള്ളനെ പോലെ വരുന്നുവെന്ന് ഞങ്ങളെ പോലുള്ളവര്, മറ്റ് ശുശ്രൂഷകന്മാർ ആത്മാവിൽ നിറഞ്ഞ് വിളിച്ചു പറയുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് വരുവാൻ താമസിക്കുന്നത് ഇനിയും കുറച്ചുപേരെ നേടുവാനുണ്ട്, കുറച്ചുപേരെ ക്രിസ്തുവിനോട് അടുപ്പിക്കുവാനുണ്ട്. അതിന്റെ ഒരു താമസമുള്ളത് കൊണ്ടാണ് കർത്താവ് വരുന്നത് അല്പം ലേറ്റ് ആകുന്നത്. ഭയപ്പെടാതെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വചനം പഠിപ്പിക്കുന്നത് പോലെ 10 കന്യകമാർ ഒരുങ്ങിയിരുന്നു. 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ആയിരുന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ ഇന്ന് രാത്രികാലം ബുദ്ധിയുള്ള കന്യകമാരെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സ്നാനമെടുത്ത് ദൈവത്തിന്റെ പൈതലായി മാറുമെന്ന് വിശ്വാസമുള്ള വ്യക്തികളുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നീ എന്റെ പൈതലാണ്, നീ എന്റെ ആത്മാവിനെ വഹിക്കുന്ന എന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ നൽകും. വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ആ ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കണം, ആ ദൈവത്തിന്റെ സാന്നിധ്യം പ്രാപിക്കണം. 2 പത്രോസ് അതിന്റെ 3-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ? ഹല്ലേലൂയ. പ്രത്യക്ഷതയുടെ വാഗ്ദാനം. ഹല്ലേലൂയ. കർത്താവ് വരുന്ന വാഗ്ദാനം. ഹല്ലേലൂയ. ഇവിടെ വചനം ഞാൻ പറഞ്ഞു
വന്നത് എന്താ? കർത്താവിന്റെ മടങ്ങി വരവ്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് എന്താണ്? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം, കർത്താവിന്റെ പ്രത്യക്ഷത, കർത്താവിന്റെ വരവിന്റെ വാഗ്ദാനം അവിടെ കിടപ്പുണ്ട്. അതിന്റെ ഹല്ലേലൂയ 2 പത്രോസ് അതിന്റെ 3-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ഹല്ലേലൂയ. ചിലർ നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്, കർത്താവ് എന്തേ വരുന്നു എന്ന് പറഞ്ഞിട്ട് താമസിക്കുന്നത്. ഹല്ലേലൂയ. ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അവൻ കള്ളനെ പോലെ വരുന്നു. 2 പേർ ഹല്ലേലൂയ വയലിൽ പണി, ഒരാളെ ചേർക്കപ്പെടും, ഒരാളെ തള്ളിക്കളയും. ഹല്ലേലൂയ. 2 പേർ തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ ചേർക്കപ്പെടും, ഒരാളെ തള്ളിക്കളയും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ചേർക്കപ്പെടുന്ന കൂട്ടത്തിലുള്ളവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. അല്ല എങ്കിൽ നമുക്ക് വേണ്ടി ഒരു നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ശത്രുവിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള നരകം നമ്മളെ തള്ളിയിടുവാൻ ഇടയാകും. ശത്രുവിന്റെ മക്കളെ നോക്കാമെങ്കിൽ അവൻ പാപം ചെയ്ത്, വ്യഭിചാരം ചെയ്ത്, മോഷ്ടിച്ച്, പല അകൃത്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ വീഴുന്ന സ്ഥലത്തേക്ക് നമ്മളും പോയി വീഴുവാൻ ഇടയാകും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിട്ട് നല്ലത് എന്ന് കണ്ടു. ഹല്ലേലൂയ. എന്നിട്ട് ഏദനിലാക്കി. ഹല്ലേലൂയ. കർത്താവ് നല്ലതെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നല്ലതെന്ന് പറയണമെങ്കിൽ ഹല്ലേലൂയ കർത്താവിന് വിശിഷ്ടമായ ഒരു വ്യക്തിയായാണ് ആകണം. ഹല്ലേലൂയ. നമ്മൾ നല്ലതെന്ന്, കർത്താവ് നല്ലതെന്ന് പറയണമെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് പോലെ 2 പത്രോസ് അതിന്റെ 9-ാം ഹല്ലേലൂയ അതിന്റെ 3-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ചിലർ ഹല്ലേലൂയ. ഒരിക്കലും താമസിക്കാതെ വണ്ണം കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. തീത്തോസ്. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലും കൂടെ നോക്കാമെങ്കിൽ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന വ്യക്തിയായി, ഒരുക്കമുള്ള വ്യക്തിയായി മാറേണ്ടതിന് ഹല്ലേലൂയ നിങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം. ഹല്ലേലൂയ. എങ്ങനെ ഒരുക്കം പ്രാപിക്കാം? ക്രിസ്തുവിൽ കൂടെ ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ കർത്താവിന്റെ പൈതലായി മാറുവാൻ കഴിയും. നിക്കോദോമസ് ഹല്ലേലൂയ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറയുവാനിടയായി, പുതുതായി ജനിക്കണം. ഹല്ലേലൂയ. അവന്റെ സംശയം അവിടെ ഉടലെടുത്തു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഒന്നുകൂടെ കയറി ചെന്നിട്ട് ഹല്ലേലൂയ ഞാൻ ഉരുവാകണമോ? ഹല്ലേലൂയ. കർത്താവ് മറുപടി പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ. കർത്താവിൽ കൂടെ ഒരു വ്യക്തി കടന്നു പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മളൊരു വെള്ളച്ചാട്ടത്തിൽ, ഹല്ലേലൂയ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ചാടുന്ന വെള്ളച്ചാട്ടത്തിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു വെള്ളം നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ നമ്മൾ അടുത്ത് ചെല്ലുന്നത് നനഞ്ഞൊരു വ്യക്തിയായിട്ടാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ കൂടെ നമ്മൾ നിറഞ്ഞു പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രിസ്തുവിന്റെ സാന്ത്വനം, ആശ്വാസം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കർത്താവ് ഗലാത്യരിൽ പറഞ്ഞിട്ടുള്ള ആ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉളവായി വരും. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ അസൂയയും പകയും പിണക്കവും ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്വപക്ഷം ഭിന്നത അസൂയ മദ്യപനം വെറുക്കുന്നതൊക്കെയുമാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്ന വഴി വിശാലതയുള്ള വഴിയാണ്. ഒരിക്കലും കർത്താവിന്റെ സന്നിധിയിൽ ചെന്നെത്തുവാൻ പറ്റത്തില്ല, വീണു പോകുവാൻ ഇടയാകും. ഞാൻ പറയുന്നു ഹല്ലേലൂയ അല്പ പ്രയാസവും അല്പ ഞെരുക്കവും ഉണ്ടെങ്കിൽ ഇടുക്ക് വാതിൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ട്. മുത്തിനാൽ നിർമ്മിതമായ ഒരു വാസസ്ഥലം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ പോയി നമുക്ക് പ്രവേശിക്കുവാൻ കർത്താവ് അവസരത്തെ നൽകും. നമുക്ക് നോക്കാമെങ്കിൽ ഞാൻ 2-ാമത്തെ കാര്യം പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. 2-ാമത് ഞാൻ പറഞ്ഞത് മടങ്ങി വരവ്. ഹല്ലേലൂയ കർത്താവിന്റെ മടങ്ങി വരവ്. 3-ാമത്തെ മെയിൻ കാര്യമാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിത്യജീവൻ ആർക്കൊക്കെ ആവശ്യമാണ്? കർത്താവ് നമ്മളോട് വാഗ്ദത്തം ചെയ്ത ഒരു കാര്യമാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം നോക്കാമെങ്കിൽ 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം 25-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. കർത്താവ് തന്ന വാഗ്ദത്തം ഹല്ലേലൂയ നിത്യജീവൻ. ഹല്ലേലൂയ. നമ്മളിവിടെ മരിച്ച് മണ്ണടിഞ്ഞു പോയാലും ഹല്ലേലൂയ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഒരു ഹല്ലേലൂയ ഒരു നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഒക്കെയും ഏറ്റു പറഞ്ഞ് ക്രിസ്തുവിൽ പുതുകൾ പ്രാപിച്ച്
പ്രാപിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒന്നാമത് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ, ആ വാഗ്ദത്തത്തെ നമ്മൾ ഇന്ന് രാത്രികാലം പ്രാപിക്കണം. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ പറഞ്ഞത് മടങ്ങി വരവ്. കർത്താവ് മടങ്ങി വരും. ഹല്ലേലൂയ. ആ സമയത്ത് എണ്ണയില്ലാത്ത വ്യക്തി ആയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ തള്ളപ്പെട്ടു പോകുന്നതിനിടയാകും. മൂന്നാമത്തെ വാക്യം ഇങ്ങനെ, മൂന്നാമത്തെ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിത്യജീവൻ. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നത് പോലെ 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം 25-ാം വാക്യം ഒന്ന് വായിക്കാമോ ബ്രദറെ? 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം 25-ാം വാക്യം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. നിത്യജീവൻ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് നൽകിയ വാഗ്ദത്തത്തിൽ ഒന്ന് നിത്യജീവൻ. അത് കരസ്ഥമാക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പോയി വീഴുന്നത് വലിയ പാതാളത്തിലായിരിക്കും. പിന്നെ ഒരിക്കലും കര കയറി വരുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 2 പേർ മരിക്കുവാനിടയായി, ലാസറും ധനവാനും മരിക്കുവാനിടയായി. ധനവാൻ ഹല്ലേലൂയ ആഡംബരത്തോടെ അവനുള്ള സകല സുഖ സൗകര്യത്തിൽ അവൻ ജീവിച്ചു മരിച്ചു. പക്ഷെ ലാസറോ അവൻ ശരീരം മൊത്തത്തിൽ വൃണം നിറഞ്ഞും പുഴുകൾ ചാടിയും ഹല്ലേലൂയ അങ്ങനെ പ്രയാസത്തിന് നടുവിൽ മരിക്കുവാനിടയായി. ഭക്ഷണമില്ലാതെയും ഹല്ലേലൂയ കിടക്കുവാൻ കിടപ്പാടമില്ലാതെ അവൻ മരിക്കുവാനിടയായി. ലാസർ മരിച്ചിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ കണ്ണു തുറന്നു. പക്ഷെ മറ്റവൻ മരിച്ചിട്ട് ഹല്ലേലൂയ നരകത്തിൽ കണ്ണു തുറന്നു. ഹല്ലേലൂയ അവന് പണമില്ലാത്തത് കൊണ്ടല്ല ഹല്ലേലൂയ അവൻ സ്വർഗത്തിൽ പോയത്. ഹല്ലേലൂയ അവന്റെ ജീവിതത്തിൽ ഒരുവൻ ഉണ്ടായിരുന്നു. എൻ്റെ ഈ രോഗം എന്നെ ക്ഷയിച്ചാൽ, എൻ്റെ രോഗം എന്നെ തകർത്തിരുന്നാൽ, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി തന്നെ വന്നിരുന്നാൽ ഞാൻ മുറുകെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, നിത്യജീവൻ പ്രാപിച്ചൊരു വ്യക്തിയാണെന്ന് ആ ഒരു വിശ്വാസത്തോടെ അവൻ മുന്നോട്ട് പോയപ്പോൾ, അവൻ ഈ മരണം കൊന്നപ്പോഴും ഹല്ലേലൂയ സ്വർഗം അവനെ കൈയെടുത്തു. ഹല്ലേലൂയ കയ്യിലെടുത്തു. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, എത്ര പേർ നിത്യജീവൻ അവകാശമാക്കുന്നുണ്ട്? ആ വാഗ്ദത്തം ഇന്ന് രാത്രികാലം പ്രാപിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ആ കർത്താവിനോട് പറയണം, അപ്പാ എൻ്റെ ജീവിതത്തിൽ ആ നിത്യജീവൻ എന്ന ഹല്ലേലൂയ വാഗ്ദത്തത്തെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് നൽകണമേ. ഹല്ലേലൂയ. വചനം നോക്കാമെങ്കിൽ യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. തന്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ. ഹല്ലേലൂയ. ഇവിടെ വചനം എന്താണ് പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. കർത്താവിനെ എങ്ങനെ ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമുക്ക് 2 വെള്ളത്തിൽ കാൽ ചവിട്ടിയ ഒരു വിശ്വാസമല്ല വേണ്ടത്, തണുത്തു പോകുന്ന ഒരു വിശ്വാസമല്ല വേണ്ടത്. മരിച്ചാലും ഞാൻ കർത്താവിന് വേണ്ടിയാണ്, ജീവിക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടിയാണ്, എൻ്റെ രോഗം എന്നെ തകർത്തിരുന്നാൽ ഞാൻ കർത്താവിന് വേണ്ടിയാണ്. ഈ പോലെ ദൈവം തന്ന് ദൈവം എടുത്ത് അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉളവെടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ശത്രുവിനെ നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല, ഒരു ലോകത്തിന്റെ ഇമ്പത്തിന് നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല, ഈ ലോകത്തിലെ ഒരു കാര്യങ്ങൾക്കും ഒന്നിനും നമ്മളെ തകർക്കുവാൻ കഴിയത്തില്ല. ദൈവം നമ്മളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. എബ്രായർ അതിന്റെ 10-ാം അധ്യായം 23-ാം വാക്യം ഒന്ന് വായിക്കാമോ? എബ്രായർ അതിന്റെ 10-ാം അധ്യായം 23-ാം വാക്യം. പ്രത്യാശയോടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനത്രേ. നമ്മൾ പ്രത്യാശയോടെ മുറുകെ പിടിച്ചുകൊള്ളുക. ഞാനിവിടെ ഹല്ലേലൂയ 3 കാര്യം പറയുവാനിടയായി. പരിശുദ്ധാത്മാവ്, മടങ്ങി വരവ്, നിത്യജീവൻ എന്ന 3 കാര്യം, 3 വാഗ്ദത്തങ്ങൾ ഞാൻ പറയുവാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നുമില്ല എങ്കിൽ കർത്താവിനോട് ഇന്ന് പറയണം, അപ്പ എൻ്റെ ജീവിതത്തിൽ അഭിഷേകമില്ല, ദൈവത്തിന്റെ കൃപാവരങ്ങളില്ല, ഹല്ലേലൂയ എനിക്കൊരു വിശ്വാസമില്ല, എനിക്കൊരു ഹല്ലേലൂയ അങ്ങയുടെ അടുക്കൽ ഇരിക്കുവാൻ കഴിയുന്നില്ല പിതാവേ, നിത്യജീവൻ ഞാൻ പ്രാപിച്ചിട്ടില്ല, എൻ്റെ പേർ ആ ജീവന്റെ പുസ്തകത്തിലില്ല പിതാവേ, ഇന്ന് രാത്രികാലം എന്നെ നിറയ്ക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥനയോടായിരുന്നു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ പണിത് പുറത്തെടുത്ത് നല്ല വക ഹല്ലേലൂയ മുന്തിരി വള്ളിയായി നിങ്ങളെ മാറ്റുവാൻ കർത്താവ് സർവശക്തനാണ്. ഇവിടെ വചനം പറയുന്നത് പോലെ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മളോട് മറ്റുള്ള
ചുറ്റുമുള്ള വ്യക്തികൾ പലതും പറഞ്ഞേക്കാം. ഹല്ലേലൂയ. അവർ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ മാറിപ്പോയേക്കാം. പക്ഷേ കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ? അവൻ ഒരിക്കലും വാക്ക് മാറത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വാക്ക് പറഞ്ഞിട്ട് നമ്മൾ മറന്നു പോകും. പക്ഷേ കർത്താവ് വാക്ക് പറഞ്ഞിട്ട് ഒരിക്കലും മറന്നെന്ന് ചരിത്രം പഠിപ്പിക്കുന്നില്ല, ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവ് വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാണ്, ഒരിക്കലും വാക്ക് മാറത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളൊക്കെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകളെ മൂടാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രികാലം ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്ത് വരികയാണ്. അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിറവേറണം. അവിടുത്തെ ശക്തി ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലാത്ത നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞപ്പാ, എനിക്ക് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ വേണം. അവിടുത്തെ ശക്തി എനിക്ക് വേണമപ്പാ, അവിടുത്തെ കൃപ എനിക്ക് വേണം പിതാവേ. അവിടുത്തെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ എനിക്ക് ആവശ്യമാണ്. അങ്ങ് കൃപകളെ ചെയ്യുക. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങൾ തരികയാണ്. അവിടുത്തെ കൃപയാൽ, അവിടുത്തെ സാന്നിധ്യത്താൽ, അവിടുത്തെ ശക്തിയാൽ അങ്ങ് നിറയ്ക്കുക പിതാവേ. അങ്ങ് വൻകരം നീട്ടിയിരിക്കുന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ.